ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു പർദീസ. ഇന്ന് നമുക്ക് കർണാടക സ്റ്റൈലിലെ നല്ല അടിപൊളിയായ ഒരു അപ്പം ഉണ്ടാക്കിയാലോ. ഇതിന് നമുക്ക് തേങ്ങ വേണ്ട, കപ്പി കാച്ചണ്ട, അതുപോലെ ഉഴുന്നു ഒന്നും വേണ്ട. ഒരു പിടി ചവ്വരിയും പച്ചരിയും മാത്രം മതി. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. നല്ല ടേസ്റ്റാണിത് കഴിക്കാനും. ആദ്യം നമ്മൾ ഇതുപോലെ 2 ബൗൾ എടുക്കണം. അതിലൊരു ബൗളിലേക്ക് 1 കപ്പ് ചവ്വരി എടുക്കുന്നുണ്ട്. ഞങ്ങളിതിനെ ഇവിടെ ചവ്വരി എന്ന് പറയുന്നത്. കർണാടകയിൽ സാദാക്കി, സാഗു എന്നൊക്കെ പറയും. ഇതിന് വേറെ എന്തെങ്കിലും മലയാളത്തിൽ പേരുണ്ടോ എന്നെനിക്കറിയില്ല. പിന്നെ അടുത്ത ബൗളിലേക്ക് 3 കപ്പ് പച്ചരി. ഏത് കപ്പിലാണോ നമ്മൾ ചവ്വരി എടുത്തത് അതേ കപ്പിന് തന്നെ അളവിൽ നമ്മൾ 3 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. ഇഡ്ഡലിയും ദോശയും നമ്മൾ അപ്പമൊക്കെ ഉണ്ടാക്കുന്ന അതേ അരി തന്നെയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു 1/2 സ്പൂണ് ഉലുവ കൂടിയാണ്. അപ്പോൾ ഇതുപോലെ ഒരു സ്പൂണിന് 1/2 സ്പൂണ് ഉലുവ ഞാൻ ഈ ചവ്വരിയുടെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ചവ്വരിയും ഉലുവയും കൂടെ നമ്മൾ നന്നായി വെള്ളം ഒഴിച്ച് കഴുകി ഒരു 4 മണിക്കൂർ ഇതിനെ കുതിരാൻ വെക്കണം. അതുപോലെ തന്നെ പച്ചരിയും നന്നായിട്ട് 2-3 പ്രാവശ്യം നമ്മൾ കഴുകി ഒരു 4 മണിക്കൂർ ഇതിനെ കുതിരാൻ വെക്കണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അരിയും ചവ്വരിയും വേറെ വേറെ തന്നെ ഇതിനെ നമ്മൾ കുതിരാൻ വെക്കണം. ഒന്നിച്ച് ഒരു കാരണവശാലും ഇടരുത്. ഇത് അരയ്ക്കാൻ നേരത്ത് നമ്മളിത് വേറെ വേറെ തന്നെ അരച്ചെടുക്കണം. എന്നാലേ നമുക്ക് ഫൈനായിട്ട് അരച്ചെടുക്കാൻ പറ്റുള്ളൂ. അരിയൊക്കെ നന്നായിട്ട് കുതിർന്നു. നമ്മളിപ്പോൾ ഇനി ഇതിനെ അരച്ചെടുക്കണം. ഞാനിപ്പോൾ ഒരു വെട്ട് ഗ്രൈൻഡറാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് മിക്സി ആണെങ്കിലും യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. ഈ ഗ്രൈൻഡറിൻ്റെ അകത്തേക്ക് ഞാൻ ആദ്യം ഇട്ട് കൊടുക്കുന്നത് ഈ ചവ്വരിയും ഉലുവയും കൂടെയാണ്. ഇത് നന്നായിട്ട് ഫൈനായിട്ട് അരഞ്ഞു കഴിഞ്ഞിട്ടേ നമ്മൾ അരി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാവുള്ളൂ. രണ്ടും കൂടെ ഒന്നിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഈ ചവ്വരി അരയില്ല. അത് കാരണം നമ്മളിത് ആദ്യമേ ചവ്വരിയും ഉലുവയും കൂടെ നന്നായിട്ട് അരയ്ക്കണം. അത് കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ കൂടെ അരി ഇട്ട് കൊടുക്കുന്നത്. മിക്സിക്കകത്താണ് നിങ്ങൾക്ക് വേറെ വേറെ അരച്ചെടുക്കാം. ഇപ്പം ചവ്വരിയും ഉലുവയും നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന പച്ചരി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ കുതിർത്ത് വെച്ചിരിക്കുന്ന പച്ചരി കുറേശ്ശെ ആയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. അരി അരയ്ക്കുമ്പോൾ നല്ല ഫൈനായിട്ട് തന്നെ അരയ്ക്കണം. തരി പോലെയൊന്നും ഉണ്ടാകരുത്. നമ്മൾ ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒക്കെ അരയ്ക്കുന്ന പോലെ തന്നെ നല്ല നൈസായിട്ട് അരച്ചെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു 1/4 സ്പൂണ് ഈസ്റ്റ് നമുക്കത് നന്നായിട്ട് സോഫ്റ്റായി കിട്ടാനായിട്ട് ഒരു 1/4 സ്പൂൺ ഈസ്റ്റ് ഇതിലേക്ക് ചേർക്കണം. അതുപോലെ തന്നെ 1 സ്പൂണ് പഞ്ചസാരയും കൂടെ ഇതിലേക്ക് ചേർക്കണം. അരി ഒരു പകുതി അരവായി കഴിയുമ്പോൾ നമ്മൾ 1/4 സ്പൂൺ ഈസ്റ്റും 1 സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് നല്ല ഫൈനായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. മാവെല്ലാം അരച്ച് ഇതുപോലെ ഒരു ബൗളിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ ഇരിക്കണം നമ്മളുടെ മാവ്. ഇതിൽ കൂടുതൽ വെള്ളമാകരുത്. അതുപോലെ തന്നെ ഇതിലും കട്ടിയാകാനും പാടില്ല. ഇതുപോലെ എല്ലാവരും നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് ഇത് കവർ ചെയ്ത് നമ്മൾ ഫെർമെൻറ്റേഷന് ഓവർനൈറ്റ് വെക്കുവാണ്. ഈ അപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമുക്കിപ്പം ചിലർക്ക് ഉഴുന്ന് കൂട്ടിക്കഴിഞ്ഞാൽ പുളിച്ചത് കിട്ടില്ല. അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്ക് വയറിന് നല്ല സുഖമായി ഈ അപ്പം കഴിച്ചു കഴിഞ്ഞാൽ. ഇപ്പം ഞാനിത് കവർ ചെയ്ത് ഓവർനൈറ്റ് ഫെർമെൻറ്റേഷന് വെക്കുവാണ്. രാവിലെ ആയപ്പോൾ നമ്മുടെ മാവ് നന്നായിട്ട് ഇതുപോലെ പൊങ്ങിയിട്ടുണ്ട്. ഇത് അധികം പുളിച്ചങ്ങ് പൊങ്ങി ചാടുകയൊന്നുമില്ല. നന്നായിട്ട് സോഫ്റ്റായിട്ടുണ്ട്. ഇത് കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിലാണ് ഉള്ളത്. ഇതിപ്പം ഇച്ചിരി തിക്നെസ് കൂടുതലാണ്. അത് കാരണം നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ലല്ലോ. ഉപ്പ് ചേർക്കാൻ നേരത്ത് ഞാൻ തന്നെ ചെയ്തു, ഉപ്പ് വെള്ളം ഒരു 2 സ്പൂണ് ഉപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തത്. നമ്മൾ വെറും വെള്ളം ഇതിലേക്ക് ഒഴിക്കരുത്. അപ്പോൾ ചിലപ്പോൾ അത്ര സോഫ്റ്റ്നെസ് കിട്ടിയില്ല. ഉപ്പ് ചേർക്കാൻ നേരത്ത് വെള്ളം കുറച്ച് കുറവാണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് ഉപ്പ് വെള്ളം നമ്മളിതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇനി ഇതുപോലെ ഒരു പാൻ ചൂടായി കഴിയുമ്പം അതിലേക്ക് കുറച്ച് എണ്ണയോ നെയ്യോ തടവി കൊടുത്തിട്ട് നമുക്കിത് അപ്പം പെട്ടെന്ന് അങ്ങ് ചുട്ടെടുക്കാം. സാധാരണ ഈ അപ്പം ഇവിടെയൊക്കെ ചുട്ടെടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതേപോലെ ഒരു തവി മാവ് ഒഴിച്ചിട്ട് ഒരു സെക്കൻഡ് കഴിഞ്ഞിട്ട് ഇത് ഇതേപോലെ മൂടി വെക്കും. നമ്മളങ്ങ് പരത്തി കൊടുക്കത്തില്ല. മാവ് ഒരു തവി ഒഴിച്ച് അങ്ങനെ തന്നെ അത് മൂടി വെച്ച് വെന്ത് കഴിയുമ്പം ഇതുപോലെ എടുക്കുകയാണ്. ഇതെല്ലാം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പരത്തി വലിയ അപ്പമായിട്ടും ചുട്ടെടുക്കാൻ പറ്റും. എങ്ങനെയാണെങ്കിലും അവരവരുടെ ഇഷ്ടം പോലെ. ഞാനിപ്പം ബാക്കിയുണ്ടായിരുന്ന മാവ് കൊണ്ടെല്ലാം അപ്പം ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ് ഈ അപ്പം. നമുക്ക് കഴിച്ച് കഴിഞ്ഞാൽ പുളിച്ചത് കിട്ടില്ല. ചിലർക്കൊക്കെ ഈ ഉഴുന്ന് ഒക്കെ ഇട്ട് അപ്പം ഉണ്ടാക്കി കഴിഞ്ഞാൽ പുളിച്ചത് കിട്ടില്ല, വയറ്റിൽ അസ്വസ്ഥത, അങ്ങനത്തെ ഒന്നുമില്ല. നല്ല ടേസ്റ്റുമാണ്. നമുക്കിപ്പോൾ ചമ്മന്തിയുടെ കൂടെ, സാമ്പാറിൻ്റെ കൂടെ, അതുപോലെ തന്നെ ചിക്കൻ കറിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണ്. ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനിയൊരു വീഡിയോ കാണാം. ടിൽ ദെൻ